ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പഴുത്ത് വ്യത്യാസം പച്ച കയ്യിൽ മുള്ളുള്ളല്ലേ. കഴിക്കണ്ട കേട്ടോ, കളഞ്ഞോ. നല്ല വിഷമല്ല, ഞാൻ കഴിക്കും. പണ്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ ശരിക്കും. ഇന്നലെ ഉണ്ടല്ലോ മെനിങ്ങാന്ന് ആ സമയത്ത് അത് കളമോളെ, അത് കളയ്. അത് തലേന്ന് വൈകുന്നേരം പാത്തുന് സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് നമ്മൾ ആ തൊടലിക്ക, അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന തൊടലിക്ക എന്നാണ് കേട്ടോ. ആ കാ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നല്ലൊരു പഴമാണ് കേട്ടോ, ഒരു കാട്ടിലുണ്ടാകുന്ന ഒരു പഴമാണ്, ഒരു മുൾച്ചെടിയിലുണ്ടാകുന്നൊരു പഴമാണത്. അപ്പോൾ അവളത് അന്ന് വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കൊണ്ട് തന്നെ ഇവളിപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നുള്ളിപ്പിച്ച് ഒന്ന് കഴിച്ചൊക്കെ നോക്കും കേട്ടോ. എനിക്കിപ്പോൾ എന്നാൽ പേടിയാണ്, എന്നാലും പുള്ളിക്കാരി അന്നത്തെ ആ ഒരു ഇത് കണ്ട് നമ്മുടെ ആ പറച്ചിലൊക്കെ കേട്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പറിച്ചെടുക്കുകയും കഴിക്കുകയും ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോയാണ്, ചെടി എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ. ഇത് കാട്ടിലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ റോഡരികിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കാണാനില്ലെങ്കിലും നമ്മുടെ റബ്ബറും തോട്ടങ്ങളിലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ല ഉണക്ക് സമയമല്ലേ, നല്ല പഴുത്തിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ ആയിട്ട് പച്ചയായിട്ട് നിൽപ്പുള്ളൂ കേട്ടോ. അപ്പോൾ ദേ അതിൽ നിന്ന് കുറച്ച് കായൊക്കെ പറിച്ച് കഴിച്ചതാണ് ആ കണ്ട വീഡിയോ. അപ്പോൾ ദേ ഇന്ന് നമ്മളിത് ചെയ്യുന്നത് വീട്ടുജോലിയാണ്. ക്ലീനിങ് പരിപാടിയൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അത് നമ്മൾ നാളെ ഇടാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വീടിന് പുറത്ത് കുറച്ചും കൂടെയൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അതും കൂടി വീഡിയോ ആക്കിയിട്ട് എടുക്കാം എന്നാണ് മനസ്സിൽ. അപ്പോൾ എന്തായാലും അത് ഇൻഷാ അല്ലാഹ് നാളെ അപ്ലോഡ് ആക്കാവേ. ഇന്ന് നമ്മൾ ഒരു ക്ലീനിങ് പരിപാടിയും ചെയ്തിട്ടില്ല ഇന്ന്, കാരണം 2 ദിവസം ചെയ്തപ്പോൾ തന്നെ മടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അരിയുന്നത് ചക്കപ്പൂഞ്ഞ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, കുറച്ച് ചക്കക്കുരു ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു വറുത്തരച്ച് തീയൽ നമ്മൾ ഇറച്ചിക്കറിക്ക് വെക്കത്തില്ലേ, മസാലയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതൊരു കണ്ടൻറ്റാക്കി എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ 3G ആയിപ്പോയി, വേറെ ഒന്നും പറ്റിയില്ല. ഞാൻ ഇന്നലെയാണെങ്കിൽ കുറച്ച് വിറകൊക്കെ ഒടിക്കാനായിട്ട് പോയി തിരിച്ച് വന്നു മീൻ കറി വെക്കാൻ വേണ്ടി തേങ്ങ തിരുമ്മി ജാറിലിട്ടു അരയ്ക്കാൻ നോക്കിയപ്പോൾ കറണ്ടില്ല. പിന്നെ അത് അതേപടി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. കുറേ നേരം ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് കറണ്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ KCBയിലൊക്കെ വിളിച്ചു, അപ്പോഴൊന്നും കറണ്ട് വന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പുളിയും മുളകും വെക്കാൻ വേണ്ടി എല്ലാം കലക്കി അടുപ്പിലോട്ട് വെച്ച് തീയിട്ട് മുട്ട തിളപ്പിച്ച് മീൻ കറി റെഡിയായി വന്നപ്പോഴത്തേക്കും കറണ്ട് വന്നു. പിന്നെ ഞാൻ ആ വെച്ച അരപ്പുണ്ടല്ലോ, വെള്ളം ഒഴിച്ചു പോയി. വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഞാൻ അമ്മിയിലോട്ടിട്ട് അരയ്ക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനതങ്ങ് ഫ്രിഡ്ജിലോട്ട് അടച്ച് ഫ്രീസറിലോട്ടങ്ങ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ വന്നു അതെടുത്തിട്ട്, അതായത് ഇന്ന് നമുക്ക് കിട്ടിയ മീൻ മുള്ളുവാളയാണ് കേട്ടോ. മുള്ളുവാള നിങ്ങൾക്കറിയോ? വാളയുടെ വേറൊരു ഇതാണ് കേട്ടോ, നിറയെ മുള്ളുണ്ട്. നമ്മളത് കട്ട് ചെയ്യുന്നത് പോലും ഒരു സാധാരണ മീൻ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യാൻ പാടില്ല. ഒരു ചരിച്ചൊക്കെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അതിൻ്റെ മുള്ളിൻ്റെ ഇത് കൊണ്ടിട്ടാണ് അങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുന്നത്. അപ്പം മുള്ളുവാളയാണ് കൊണ്ടുവന്നേക്കുന്നത്, ചെറിയ മുള്ളുവാളയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അരപ്പ് ഇങ്ങനെ ഒരുപാടങ്ങ് അരഞ്ഞ് മഷി പോലെ അരയുമെന്ന് പറയത്തില്ല, അപ്പോൾ അതുപോലെ അരച്ചെടുക്കണ്ട, പരപരാ അരച്ചെടുക്കണം. നമ്മളിങ്ങനെ പറ്റിയിരിക്കണം, ചട്ടിയിലിങ്ങനെ പറ്റിയിരിക്കണം, വെള്ളമൊന്നും കാണരുത്, ഒരുപാട് ചാറൊന്നും വേണ്ട, ഇങ്ങനെ പറ്റിയിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അവിയലെന്ന് പറയും മീൻ. അപ്പം മീൻ അവിയൽ വെക്കാം എന്നാണ്. അപ്പം എന്തായാലും തലേന്ന് എടുത്തിട്ടുള്ള നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതിൽ ഞാൻ ഉള്ളിയും മുളകും മല്ലിയും മഞ്ഞളും എല്ലാം ഇട്ട് അരയ്ക്കാൻ പോയപ്പോഴാണ് കറണ്ട് ഇല്ലാതിരുന്നത്. ഇന്ന് ഞാനതങ്ങോട്ട് എടുത്ത് അരയ്ക്കാനായിട്ട് തുടങ്ങിയതാട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മിക്സി അങ്ങോട്ട് വർക്കാവുന്നില്ല. ഇന്നലെ KCB ആണ് പണി തന്നതെങ്കിൽ
ഇന്ന് നമ്മുടെ മിക്സി ചതിച്ചു ഗൈസ്. എന്ത് ചെയ്തു, അതങ്ങോട്ട് വർക്കാവുന്നില്ല. ഞാൻ 2 കൊട്ടൊക്കെ കൊടുത്തു. സാധാരണ മിക്സി അങ്ങനെ കേടാവാറുണ്ട്, നമ്മുടെ കൂടെ അതെനിക്ക് പണി തരും. അപ്പോൾ 2 തട്ടും മുട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങോട്ട് കറങ്ങും. ഇന്ന് ഞാൻ എടുത്തിട്ട് അടിച്ചിട്ടൊന്നും അത് കറങ്ങുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതേ നമ്മളെ അമ്മി കിടക്കുമല്ലേ, അമ്മിക്കല്ല്, അതങ്ങനെ ഉപയോഗിക്കുന്നതൊന്നുമില്ല കേട്ടോ. എന്നാലും ഒന്ന് കഴുകി നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുകയാണ്. നമ്മളിടയ്ക്കെല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി, അതാണ് നിങ്ങളെല്ലാവരും കണ്ടതുമാണേ. എന്നാലും നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുമ്പം കഴുകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുവാണ്. ഇതിലങ്ങ് അരച്ചെടുക്കാനേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ആ തേങ്ങ പന്നലായി പോവും. അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴുകി നമ്മളിനിയിപ്പോൾ അരയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അരയ്ക്കാൻ പോകുമ്പോൾ ഇത് ഒരുപാട് പണിയൊന്നുമില്ല. ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞു വന്നാൽ മതി, ഒന്ന് പരപരായിരുന്നാൽ മതി. നല്ല മഷി പോലെ അരയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. പിന്നെ കുറച്ച് ചക്കപ്പൂഞ്ഞും ചക്കക്കുരുവും കൂടെയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് തോരനാക്കാം. കാരണം അരയ്ക്കുന്ന കാര്യം ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളെ തീയലുണ്ടല്ലോ, ഇറച്ചിക്കറി പോലെ വെക്കുന്ന ആ കറി, മസാലക്കറി വെക്കണ്ട, അതങ്ങ് തോരനാക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ എന്തോ ചെയ്യാനാ, അരച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഈ കല്ല് കൊത്തിയിട്ടൊക്കെ ഒത്തിരി വർഷങ്ങളായി കേട്ടോ, പണ്ടങ്ങാണ്ട് കൊത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എത്ര അരയ്ക്കാൻ നോക്കിയാലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങ് തോരനാക്കാമെന്ന്. ഇതിപ്പോൾ ഞാൻ അരയ്ക്കുന്നത് നമ്മൾ തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു അരപ്പാണ് കേട്ടോ. ഒന്ന് ചതച്ചെടുത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ അരപ്പൊക്കെ അരച്ച് വന്നതേ മാങ്ങ വീണ് കിടപ്പുണ്ടായിരുന്നു. മാങ്ങ പൊട്ടിപ്പോയി കേട്ടോ, തറയിൽ വീണപ്പോൾ തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞിട്ട് മാങ്ങ ഇട്ടിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. മാങ്ങ ഇട്ട് വെക്കാൻ പറ്റിയ മീനൊക്കെയാണ് കേട്ടോ ഇത്. നല്ല പറ്റിച്ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഞാനത് മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഉണ്ടമുളക് അല്ലാതെ വേറെ ഏതോ ഒരു മുളകാണ്, പക്ഷേ നല്ല എരിവും നല്ല മണവും ഒക്കെ ഉള്ളൊരു മുളകാണ് കേട്ടോ. ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ പറ്റിയ മുളക്. ഇതൊക്കെ വെച്ച് നല്ല രീതിയിൽ ചമ്മന്തിയൊക്കെ അരച്ച സൂപ്പറായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. അങ്ങനെ ദേ മീൻ കറിക്ക് വേണ്ടിയിട്ട് മാങ്ങയും പച്ചമുളകും ഒക്കെ ആയിട്ട് ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ മുളകിൽ ഞാനൊന്ന് പറഞ്ഞില്ലേ, അവർ ഈ കെമിക്കലൊക്കെ കീടനാശിനിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ കഴുകിയെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മേളിലൊരു പൂപ്പൽ പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഉള്ളിയൊക്കെ സവോളയൊക്കെ തൊലിച്ചെടുക്കുമ്പോഴത്തേക്കും ആ തോല് കളയുമ്പോൾ ഒരു കറുത്ത പൂപ്പൽ പോലെയില്ലേ, അതുപോലെ ഈ മുളകിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ കുറച്ച് ചൂടുവെള്ളവും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ കറിക്കുള്ള അരപ്പെല്ലാം റെഡിയാക്കി അടുപ്പിലോട്ട് അങ്ങ് വെച്ചിട്ട് മീൻ വെട്ടാനായിട്ട് ഇരുന്നു. മീനൊക്കെ നല്ല രീതിയിൽ തേച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കറിയൊക്കെ അപ്പോഴത്തേക്ക് തിളച്ച് മാങ്ങയിൽ നിന്നും പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങ, അതുപോലെ ഈ പച്ചമുളക് ഉണ്ടല്ലോ, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് നമ്മൾ നോക്കി വേണം ഇടാനായിട്ട്. പിന്നെ 3-4 വെളുത്തുള്ളി, കുറച്ച് ജീരകവും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. ജീരകം ഇട്ടില്ലേലും കുഴപ്പമില്ല. കാരണം എന്തോന്നറിയാമോ, നമ്മൾ ഈ ചക്കപ്പൂഞ്ഞ് തോരൻ വെക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ മസാലക്കറി ഉണ്ടാക്കുമ്പോഴത്തേക്കോ കുറച്ച് ഗരം മസാലയോ പെരിഞ്ജീരകമോ ഇട്ടാലും മതി കേട്ടോ. ഞാനത് ഓർക്കാതെ എടുത്തിട്ടതാണ് ഈ ജീരകം. പക്ഷേ ഞാൻ തോരൻ വെക്കുന്ന സമയത്ത് ലേശം പെരിഞ്ജീരകവും പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതും കൂടെ അമ്മിയിൽ അരച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ അരപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് മാറ്റി, അത് കഴിഞ്ഞ് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുരുവും ആ ഒരു ഇതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇത് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ട് അങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചക്ക വേവിച്ചത് ഇരിപ്പുണ്ട്. അപ്പം മീൻ കറി ഉണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. ലേശം വെള്ളം, ഒരു ഇച്ചിരി വെള്ളം അതിൻ്റെ അകത്തുള്ളൂ. വേണേലും ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ചട്ടിയിലങ്ങ് പറ്റിയിരിക്കും. ഈ കറി, ഈ മീൻ ഇങ്ങനെ വെക്കാവൂ കേട്ടോ. അപ്പോൾ അതുപോലെ വെച്ച് നല്ല ടേസ്റ്റുള്ള മീനാണ്, പക്ഷേ ഭയങ്കര മുള്ളാണ്, അത്ര ഒരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ കറിയൊക്കെ അവിടെ റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ ഇതിലെ വെള്ളം, തോരനിലെ വെള്ളം എല്ലാം വറ്റി വന്നു. ഞാൻ ആ അരപ്പുണ്ടല്ലോ, ചതച്ച് വെച്ചിട്ടുള്ള അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലേശം വെള്ളം കൂടെ വറ്റി വരാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ തോരന് റെഡിയാക്കി മാറ്റി. പിന്നെ ഞാൻ ആ മുളകൊക്കെ ഇട്ട് കുറച്ച് മാങ്ങ ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവുക. അങ്ങനെ ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമാങ്ങയും പച്ചമുളകും തേങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തി. അങ്ങനെ ചമ്മന്തി അരച്ചെടുത്തു. ചക്ക നല്ല ചീനി പോലെ ഇരിക്കുന്നു കേട്ടോ. നമ്മൾ കപ്പ വേവിച്ചെടുക്കത്തില്ലേ, ഉടച്ചതുപോലെ ഇരിക്കുന്നു. പിന്നെന്താ, നമ്മുടെ തോരൻ, ചക്കക്കുരുവും പൂഞ്ഞും കൂടെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു തോരനും ഒക്കെ റെഡിയായി. മീൻ കറി ഇടില്ലേ, മീൻ കറി നല്ല സെറ്റായിരുന്നു കേട്ടോ.
ആ പച്ചമുളകിൻ്റെയൊക്കെ എരിവും മണവും ഒക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ കുറച്ച് അരപ്പും അതുപോലെ കുറച്ച് മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ അച്ചാറും കൂടെയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇന്നത്തെ ഊണ് ഇതായിരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുകയാണ്. നാളെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.